രണ്ടാഴ്ച ഞാൻ മെഡിസിൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്നും കാണാം കേട്ടോ. കഴിഞ്ഞേ? പേഷ്യൻസിനൊന്നുമില്ലല്ലോ? ഇല്ല കഴിഞ്ഞു. ഡോക്ടറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ മഴക്കാലൊക്കെ വരുമ്പോ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞ സംഭവം. എന്താണ് ഈ കർക്കിടക കഞ്ഞി? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യമുള്ളത്? കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മരുന്നുകളും ദശപുഷ്പങ്ങൾ, ആയുർവേദത്തിൽ പറഞ്ഞ ദശപുഷ്പങ്ങളും കുറച്ച് സുഗന്ധദ്രവ്യങ്ങളും ചേർത്തുണ്ടാക്കുന്നതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ഔഷധ ഭക്ഷണ രീതിയാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി എന്തിനാണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലമാകുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം കുറേ ആൾക്കാർക്ക് രോഗങ്ങളും ബാക്കിയുള്ളൊക്കെ വരുന്ന സമയം. അപ്പം നമ്മളെ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ അവരുടെ പ്രതിരോധ ശേഷി കുറയുക, ദഹനശക്തി കുറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാണ് വരും. ഈ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി കഴിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് കൂടുതലായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഒക്കെ സഹായിക്കും. അല്ല, അപ്പോ ഈ കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനശക്തി കൂട്ടും, അതേപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടും എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് ഈ മഴക്കാലമാകുമ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ശരീരവേദന, അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാം മേലും കൈയും വേദന എന്നൊക്കെ പറയും. പിന്നെ കർക്കിടക കഞ്ഞി കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബലം, അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഞ്ഞി കഴിക്കുന്നതോടെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം എല്ലാവരെയും ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കഞ്ഞി എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ആൾക്കാർക്ക് കഞ്ഞിയൊക്കെ അല്ല, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, പ്രമേഹം, ഷുഗർ, അതേപോലെ തന്നെ ഗർഭിണികൾ, മറ്റു വേറെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പോയി കണ്ടു, അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു ഒരു അഭിപ്രായം ചോദിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ ആരോഗ്യം ഉണ്ടാവാന് ഈ കർക്കിടക കഞ്ഞി മാത്രം കുടിച്ചാൽ മതിയോ? കർക്കിടക കഞ്ഞി മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടുന്നു. കർക്കിടക കഞ്ഞിയുടെ കൂടെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മിതമായിട്ട് ആഹാരം, പിന്നെ ഉറക്കം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ വ്യായാമം, നമ്മൾ അത് അത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് അത്യാവശ്യത്തിന് നല്ല ആരോഗ്യം കിട്ടും. കർക്കിടകം മാത്രമല്ല, എല്ലാ സമയങ്ങളും അതുപോലെ ചെയ്യാനാണ് ഏറ്റവും നല്ലത്.